ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പ്രത്യേകതയൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണിനും കൂടി ഞാൻ രാവിലെ വന്നിട്ടുണ്ട് ജിമ്മിലോട്ട്. ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് കുറേ നാളിന് ശേഷം ഞാൻ ഒരു ഫാഷൻ ഷോന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ വന്നൊരു ചെറിയൊരു ചാൻസാണ്. അപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 6 മന്ത് 7 മന്ത് ആയി ഞാനിങ്ങനെ ഫാഷൻ ഷോനും റാമ്പ് വാക്കിനൊക്കെ പോയിട്ട്. അതിനുശേഷം കുറേ ഗ്യാപ്പിന് ശേഷം വന്നൊരു പരിപാടിയാണിത്. അപ്പോൾ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും, രാത്രി ഓണം. അപ്പോൾ സിനർജി ഇവൻറ്റ്സ് പറഞ്ഞൊരു ഇവൻറ്റ് കോർഡിനേറ്റിംഗ് ടീമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇക്കൊല്ലം നമ്മൾ കുറേ 2-3 ഗ്രൂമിങ് സെഷനും അതേപോലെ പ്രാക്ടീസ് സെഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 അല്ല 5. അതിൽ ഞാനൊരു 2 സെഷനിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ്. അപ്പോൾ അതിൽ ലോവർ മാത്രമേ ഉള്ളൂ, അപ്പർ ഇല്ല. അപ്പറിൽ ഓർണമെൻറ്റ്സ് ആണ് നമ്മുടെ ഇവൻറ്റിൻ്റെ കോർഡിനേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. 10 ബോയ്സും 10 ലേഡീസും ആണ് ടീമിലുള്ളത്. അപ്പോൾ ഇവൻറ്റിൻ്റെ അന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായി. പിന്നെ അഷ്ടമുടിയാണ് ഇവരുടെ മൊത്തം സ്പോൺസർഷിപ്പ് ഉള്ളത്. അപ്പോൾ ഈ രാത്രി ഓണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിനീതിൻ്റെ ബാൻഡ് വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ വിനീത് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആൾ കൂടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര റഷായിരുന്നു. അതേപോലെ ധ്യാൻ ശ്രീനിവാസനും കൂടി വരുന്നത്. ഈ 2 കോംബോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിലും കണ്ടിട്ടില്ല ഒരു സ്റ്റേജിലും. അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ട് കാണാനും പോകുന്നു ഗൈസ്. അപ്പോൾ വളരെ ലൈറ്റ് മേക്കപ്പ് ആണ്. നമ്മൾ പിന്നെ ജന്മന ഭയങ്കര ഗ്ലാമർ ആയതുകൊണ്ട് മേക്കപ്പ് ഒന്നും അധികം ഇട്ടില്ല. വേറെ നല്ലൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ദുബായിലും ഷാർജയിലും അബുദാബിയിൽ റാക്കുന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ നല്ല ആർട്ടിസ്റ്റ്, കുറേ എന്താ പറയണ്ടേ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാരും, പിന്നെ കുറച്ച് പേരുള്ളത് എന്നെ പോലെ ഒരു പാഷൻ കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരും കൂടി. ആകെ മൊത്തത്തിൽ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി സെറ്റായി കാണുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, എത്തനിക് ലുക്ക് അതേപോലെ വെസ്റ്റേൺ ലുക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു എല്ലാവരുടെയും. ഈ കാണുന്ന കുട്ടീനെ കണ്ടില്ല, നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ്. ഓൺ ഡിസൈനാണ് പുള്ളിക്കാരി ചെയ്തത്. ആക്ച്വലി എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ലോവർ എന്ന് പറയുന്നത് സാരി വെച്ച് ഡ്രേപ്പ് ചെയ്യണം. പൈജാമ പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഡ്രേപ്പ് ചെയ്യുന്ന ആൾ അവിടെ ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലെത്തി എൻ്റെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞ് ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും. മോശമില്ല, നല്ലൊരു അടിപൊളി കൊമ്പൻ്റെ ലുക്ക് പോലെ എനിക്ക് തോന്നുന്നത്. ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം അത് വിനീത് ശ്രീനിവാസൻ്റെ ബാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ ഷോവും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര അഭിപ്രായമായിരുന്നു. ഷോന് മുന്നേയുള്ള ആഘോഷവും അതേപോലെ ആ ഒരു എനർജറ്റിക് ലെവലൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഷോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷം. അതിനുശേഷം അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിഞ്ഞത്. സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു, സ്റ്റേജൊക്കെ ഗ്രാൻഡ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞു വിശേഷം. അപ്പോൾ ടാറ്റ, സീ യു, ബൈ ബൈ ഗൈസ്.